ഇനിയിപ്പോൾ ഇതിൻ്റെ മോളിൽ കയറിയുള്ള വ്യൂ എന്താണെന്ന് കണ്ടു തന്നെ മനസ്സിലാക്കാം നമുക്ക്. ഗൈസ് ഇവിടെ കണ്ടോ, കഴുതിയാണ് ഇവിടെ നിറച്ച് കഴുതിയാണ് ഇവിടെ. അതപ്പുറത്ത് കാട്ടുപോത്ത് കണ്ടാ, കാട്ടുപോത്ത് അപ്പുറത്ത്. വെയിലാണ്. ഈ ബൊക്കാപുരം ഈ വഴിക്കാണ് പോകേണ്ടത് കേട്ടോ. നല്ല രസികനായിട്ടുള്ള റോഡ്. മാന അവിടുന്ന് കഴിച്ചേ, നോക്ക് നോക്ക് നോക്ക്, അതെ റൈറ്റ് സൈഡിൽ മാന അവിടുന്ന് കണ്ടോ കണ്ടോ കണ്ടോ. അതാ ഒരു വലിയൊരു കൂട്ടം മാൻ്റെ. അപ്പോൾ നമ്മുടെ ഫ്രീഡം റൈഡിൻ്റെ സെക്കൻഡ് ലൊക്കേഷനുള്ള വിഭൂതി മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അല്ലേ, കുറച്ച് നടക്കാനുണ്ട്. അത് പ്രത്യേകതരം വൈബാണല്ലേ വഴി, ഒരു ലൈറ്റ് കളറ്. ആ പക്ഷേ ഉണ്ടല്ലോ ഈ സൈഡ് ഡാർക്ക്, ഈ സൈഡിലേക്ക് സൂര്യൻ്റെ വെളിച്ചം വരുമ്പോൾ ഇതൊരു പ്രത്യേക ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നത്, ലൈറ്റ് കളർ ഫീൽ ചെയ്യുന്നത്. നല്ല കയറി തുടങ്ങാം കേട്ടോ. റിസ്ക് അല്ല കേട്ടോ, ടാസ്ക്കാണ്. ചെറുതല്ലാത്തൊരു വലിയ ടാസ്ക്. എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. பூஜைக்கெல்லாம் நீங்க முருகன் பக்கத்துக்கு வர முடியாது. எல்லாம் வேலு காவடி பால்கோடா இப்படி இருக்க மக்கள். விஜயன் சக்கரவர்த்தி ஒரு கெஸ்ட் மாதிரி உட்காருவார். இந்திய நடிகர் விஜயன் சக்கரவர்த்தி வந்தாச்சுன்னா சுற்றி போலீஸ் பாதுகாப்பு. என்ன வருஷம் தாதா தாதா வந்தாச்சுன்னா அப்படியே ரவுண்ட் அடிச்சுட்டு இருக்கு ஹெலிகாப்டர். ഗൈസ് നമ്മളിപ്പം ഈ വിഭൂതി മലയുടെ ഈ അമ്പലത്തിൽ മുരുകൻ്റെ ക്ഷേത്രമാണിത്. മുരുകൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തൊട്ടപ്പുറത്തെ സൈഡിലോട്ട് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നടക്കാൻ കുറച്ച് ദൂരമുണ്ട്, പിന്നെ നേരെ ആയിട്ടുള്ള വഴികളൊന്നല്ല ഉള്ളത്, കല്ലും മുള്ളും നിറഞ്ഞ പാതകളാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് അവിടെ നല്ല ആംബിയൻസ് ആണെന്ന് പറയുന്നത് കേട്ടു. നല്ല വ്യൂ ആണ്, ഭയങ്കര ആകാശം തൊട്ട് നിൽക്കുന്നൊരു ഫീലാണ് എന്നൊക്കെ നമ്മൾ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് അവിടെ ഒന്ന് കാണാമെന്ന്. അപ്പോൾ ജീപ്പിൻ്റെ ഡ്രൈവറെ അടുത്ത് സംസാരിക്കുകയാണ് ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ. ഒരു വണ്ടിക്ക് 1000 രൂപ, 5 ആൾ കയറും. അതെ, ഒരു വണ്ടിക്ക് 1000 രൂപയാണ്. അതിൽ 5 ആളാണ് പോവുക. നമ്മളിത് എവിടെയാണ് എത്തിയേക്കണത്. നമ്മുടെ കൂടെയുള്ള ടീംസൊക്കെ ഇതേ ഓരോരോ റോക്കിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. കൊള്ളാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മോളിൽ കയറിയുള്ള വ്യൂ എന്താണെന്ന് കണ്ടു തന്നെ മനസ്സിലാക്കാം നമുക്ക്. ഓ കണ്ട വ്യൂ കണ്ട സംഭവം. ഇതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എല്ലാവരും കയറുന്നത്. നല്ല ഫ്ലോ ഉണ്ട് കാറ്റിൻ്റെ. വിൻഡ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്. ആ റോക്കിലിരുന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ വരുന്നവർ സൂക്ഷിക്കുക, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളി റോക്കാണ്,
വീണ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തലയോ കയ്യോ കാലോ തട്ടിയിട്ടുണ്ടെങ്കിൽ വല്ലതും പറ്റിക്കഴിഞ്ഞാലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം താഴെ എത്താനും ഒരു മെഡിക്കൽ സർവീസ് കിട്ടാനും ഭയങ്കര പാടുള്ള സ്ഥലമാണ്. സോ പ്ലീസ് ബി കെയർ. നല്ല വൈബ് വിത്ത് ഈ ഒരു മരം ഇവിടുത്തെ ഹൈലൈറ്റ് ആണ്. സൺകിസ്ഡ് ആയിട്ടുള്ള ഇമേജാണ് ഇവിടെ നിന്ന് കിട്ടുക. സൺകിസ്ഡ് ആയിട്ടുള്ള ഇമേജ് എന്ത് ഭംഗിയായി കാണാൻ. ഈ ഒറ്റ മരവും അതിൻ്റെ ആംബിയൻസും സൂപ്പറായിട്ടത്. ഒരു രക്ഷയില്ല അവിടുത്തെ വ്യൂ. ശരിക്കും ഈ ഒരു ഏരിയ പറയുമ്പോഴത്തേത്തിന് എന്ത് രസമല്ലേ ഈ കയറി പോകുന്ന സ്റ്റെപ്പുകളും അതിനൊരു വ്യൂ എന്ത് രസമല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ല. വേറെ ലെവൽ വ്യൂ. നമ്മളീ പടികൾ ഇറങ്ങി നൈസായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസേ ഇവിടെ കണ്ടോ കഴുതയാണ്. ഇവിടെ നിറച്ച് കഴുതയാണ്. ഇവിടെ എന്താ പറയുക, കൂടുതൽ ഇവിടുത്തെ ലൊക്കാലിറ്റിയിൽ ഇതേ കഴുതകളാണ് വളരുക. ഈ കഴുത നമുക്ക് വേണ്ടി പോസ് ചെയ്ത് തരാണ്. ഒരു ലോഡ് കഴുതകളാണ് ഇവിടെ. ചിലപ്പോൾ ഇവിടെ നിന്നാവും നമ്മളെ നാട്ടിലേക്കൊക്കെ കഴുതേനെ കൊണ്ടുവരാറുള്ളത്. എന്റെ സബ്സ്ക്രൈബറെ കിട്ടിയിരിക്കുന്നു, എന്റെ ഫാൻ ബോയിനെ കിട്ടിയിരിക്കുന്നു. എന്നെ പറ്റി 2 വാക്ക് പറയാമോ? അപ്പൊ നമുക്ക് പോവാം അല്ലേ? ഫ്രീഡം റൈഡിൻ്റെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ അവസാനിപ്പിച്ച് നമ്മൾ റിട്ടേൺ ചെയ്യാനോ വീട്ടിലേക്ക്, ബാക്ക് ടു നിലമ്പൂർ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. യെസ്, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ബൈ പറയാണ്. ഇറ്റ്സ് മീ അനൂപ്, ലൈഫ് ഓഫ് ആൻഡ് അജിഷ സെറ്റ്.